നമസ്കാരം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ധന്യയോഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ആസന ഉത്കട്ടാസന, വൃക്ഷാസനം. ഈ രണ്ട് ആസനകളും കുട്ടികൾക്കും മുതിർന്നവർക്കും വളരെ അനുയോജ്യമായ ഒരു ആസനയാണ്. കുട്ടികൾക്ക് കോൺസെൻട്രേഷൻ കൂട്ടുന്നതും മുതിർന്നവർക്ക് ഓർമ്മക്കുറവുള്ളവർക്ക് ഓർമ്മകൾ കൂട്ടുന്നതുമായ ആസനയാണ്. കാലിന് ബലക്കുറവുള്ളവർക്ക് ബലം കൂട്ടാനും നമ്മുടെ ശരീരത്തിന് വളരെ ആരോഗ്യകരമായ ആസനയാണ് രണ്ട് ആസനകൾ. ഇനി നമുക്ക് ആസനയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ഉത്കട്ടാസനയിലേക്ക് പോകാം. ആദ്യം കാല് ഈ ഷേപ്പിൽ വെച്ച് അവരവരുടെ ഷോൾഡർ ലെവലിൽ കാല് വയ്ക്കുക. ഇൻഹേൽ ചെയ്ത് കൈ നേരെ കാതിൻ്റെ നേരെ ഉയർത്തുക. അങ്ങനെ എക്സേൽ ചെയ്ത് സ്ട്രെയിറ്റ് ആയിട്ട് 5 സെക്കൻഡ്സ് ഓർ 10 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്ത് നിൽക്കുക. ഇൻഹേൽ ചെയ്ത് എണീക്കുക. എക്സേൽ ചെയ്ത് കൈ താഴെ ഇടുക. സൈഡ് പോസ്റ്റിനെ കാണിക്കാം. എല്ലാവർക്കും വളരെ സുലഭമായി ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. വൃക്ഷാസന ഒരു കാലിൽ നിന്നാണ് ചെയ്യുന്നത്. ആദ്യം വലത്തെ കാലിൽ ചെയ്യാം. തുടക്കക്കാരാണെങ്കിൽ കാല് ഇങ്ങനെ തറയിൽ ഊന്നി ഇങ്ങനെ വച്ചാൽ മാത്രം മതിയാകും. നമസ്കാരാസന ഇങ്ങനെ നിന്നാൽ മതി. കാലിവിടെ വെച്ചും ചെയ്യാവുന്നതാണ്. ഞാൻ കൈ ഇൻഹേൽ ചെയ്ത് പകുതിക്ക് ശേഷം കൈ മുകളിൽ കൊടുത്ത് മാക്സിമം പൊക്കി കാതിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വയ്ക്കുക. എക്സേൽ ചെയ്ത് പതുക്കെ കാല് തറയിലിട്ട് കൈ നീക്കുക. ഇതുപോലെ അടുത്ത കാലിലും കാലെടുത്ത് വെച്ച് ഇൻഹേൽ ചെയ്ത് എക്സേൽ ചെയ്ത് കാൽ താഴെ വെക്കണമെങ്കിൽ വെക്കാം. അതൊക്കെ കൈ താഴെ ഇടാം. വളരെ നന്നായി ചെയ്തു എന്ന് കരുതുന്നു. കുട്ടികളും മുതിർന്നവരും മറക്കാണ്ട് ഈ ആസന എന്നും ചെയ്യണം. കോൺസെൻട്രേഷൻ വളരെ നല്ല ആസനയാണ്. മുതിർന്നവർക്കാണെങ്കിലും കാൽ ബലം കൂട്ടാനും നമ്മുടെ സ്റ്റെബിലിറ്റി കൂട്ടാനും രണ്ട് കാലിലും മാറ്റി ചെയ്യണം. ഒരു കാൽ മാത്രം ചെയ്ത് വിടരുത്, രണ്ട് കാലിലും ചെയ്യണം. ഇത് എന്നും ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബലം, കാലിൻ്റെ ബലമെല്ലാം വളരെയധികം നന്നായി കൂടിക്കിട്ടും. എല്ലാവരും എന്നും യോഗ ചെയ്ത് ശീലിക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുത്.